ഹായ് ഹലോ തന്മ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു പാനൽ കട്ട് കുർത്തിയും ഫ്രോക്കും സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ ഒരു നൂലുകെട്ട് ഫംഗ്ഷന് അവർ പറഞ്ഞിട്ട് ചെയ്ത് കൊടുത്തതാണ്. അവർ തന്നെയാണ് മോഡൽ കൊണ്ടുവന്നതും മെറ്റീരിയൽ അവർ തന്നെയാണ് വാങ്ങിക്കൊണ്ട് തന്നത്. അങ്ങനെ പിന്നെ ആ മോഡലിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. ഒരു 16 പാനൽ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു മോഡലായിരുന്നു. ഇതത് പാനൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഫുൾ വീഡിയോ എടുക്കാനുള്ള ടൈമും ഇല്ലായിരുന്നു. അത് ഫുൾ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ലോങ് ആയിരിക്കും. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തത് മാത്രമേ ഇത് കാണിച്ചിട്ടുള്ളൂ. ഇത് ഞാൻ പാനൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായി കാണിക്കുന്നത്. നെക്കിൽ അവർ പറഞ്ഞ മോഡൽ ഇതായിരുന്നു കേട്ടോ. ഇത് സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ പൈപ്പിംഗ് കൊടുക്കണം. ഗോൾഡൻ കളറിൻ്റെ മെറ്റീരിയൽ കൊണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ട് ആ സെൻറ്ററിൽ ഗോൾഡൻ കളറിൻ്റെ ആ മെറ്റീരിയൽ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് താഴ്ഭാഗത്തായിട്ട് ഒരു കട്ട് കൊടുത്തിട്ട് ഒരു 3-4 ബോളും കൂടെ അവിടെ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഈ പൈപ്പിംഗ് കൊടുത്തതിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കണം. ഇതാണ് അവർ തന്നിട്ടുള്ള മോഡൽ. ബീഡ്സ് വർക്ക് കംപ്ലീറ്റ് ഞാൻ ഫിനിഷ് ചെയ്ത് കേട്ടോ. ഇത് ബാക്കും ഫ്രണ്ടും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് പാനൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പാനൽ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ഗോൾഡൻ കളറിലെ ബോർഡർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ബോർഡറാണ് കേട്ടോ ഞാൻ ഇപ്പോൾ അടിച്ചു കൊടുക്കുന്നത്. ഈ ബോർഡറിൻ്റെ മേൽഭാഗത്തായിട്ട് ഒരു ലേസും കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഗോൾഡൻ കളർ. ഇനി ഇത് സ്ലീവാണ് കേട്ടോ ഞാൻ അടിച്ചു കൊടുത്തത്. സ്ലീവും ഇതേപോലെ തന്നെ കൈക്ക് ബോർഡർ കൊടുക്കണമായിരുന്നു ഗോൾഡൻ കളറിൽ. ഈ ഗോൾഡൻ കളറിൻ്റെ ബോർഡറിൻ്റെ മേളിൽ ഒരു ലേസും കൂടെ കൊടുക്കണമായിരുന്നു. അത് കൊടുത്തിട്ട് വരാം. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് പാനൽ കട്ട് കുർത്തിയുടെ. അവർ തന്ന അതേ സെയിം മോഡലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അത് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഈ മോഡൽ.
ഈ സെയിം മെറ്റീരിയൽ തന്നെ മോൾക്കും കൂടെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണുണ്ടായിരുന്നു. അതിൻ്റെ കട്ടിംഗ് ആണ് കേട്ടോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്രോക്കിന് ഒരു മോഡലൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്തോളാൻ പറഞ്ഞ് അങ്ങനെ ഈ ഫ്രോക്ക് എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത്. അത് ചെറിയൊരു പ്ലേറ്റ് ഇട്ട ഒരു മോഡൽ ഫ്രോക്കായിരുന്നു. എന്നിട്ട് പാനൽ കുർത്തിയിൽ കൊടുത്തതുപോലത്തെ ഒരു ബോർഡറും കൂടെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ. ഫ്രോക്കിന് ബോർഡർ കൊടുക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ബോർഡർ ഞാൻ ഈ മോഡലാണ് കേട്ടോ കട്ട് ചെയ്തത്. ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഈ റൗണ്ട് ഷേപ്പിൻ്റെ ഫുള്ളും ഞാൻ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടോപ്പുമായിട്ട് മാച്ച് ചെയ്ത് പോകാൻ വേണ്ടി ഈ ഫ്രോക്കിൻ്റെ നെക്കിൽ ഞാനൊരു ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വി ഷേപ്പിൽ വരച്ചിട്ട് ഇതിനകത്ത് ഫുള്ളും ഞാൻ ചെറിയൊരു ബീഡ്സ് വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ സ്ലീവ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ചെറിയൊരു പ്ലേറ്റ് സ്ലീവിൽ കൊടുത്തിട്ട് കോട്ടൺ കളറിലെ പൈപ്പിങ്ങും കൂടെ കൊടുത്തെടുത്തത്. പിന്നെ ഒരു സെൻട്രലായിട്ട് ഒരു ചെറിയൊരു ബോ കൊടുത്തിട്ടുണ്ട്. ബോട്ടത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തതിൻ്റെ പുറത്ത് ഫുള്ളും ഞാൻ ലേസ് ചെയ്ത് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.